ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിൻ്റെ ഗൗരവം. അത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഒന്ന് SDP ജില്ലാ പ്രസിഡന്റ് എസ് മുഹമ്മദ് അനീഷ്, കോട്ടാങ്കൽ പഞ്ചായത്ത് SDP പാർലമെൻ്ററി പാർട്ടി ലീഡർ അനസ് മുഹമ്മദ് AI എന്നിവരാണ്. കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 27-ാം തീയതി, ഡിസംബർ മാസം 27-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പ് തീർത്തും ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. അതിൽ അവിടുത്തെ ഭരണാധികാരി ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല നടന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അതിൽ ഏറ്റവും കുറവ് വോട്ടുള്ള ആളെ ഒഴിവാക്കി രണ്ടാമതും വോട്ടെടുപ്പ് നടത്തലാണ് ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന വിധം നടത്തേണ്ട തെരഞ്ഞെടുപ്പ്. പക്ഷേ അവിടെ അത്തരത്തിലുള്ള ഒരു രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അതുമാത്രവുമല്ല, ഇലക്ഷന് 2 ആളുകൾക്ക് തുല്യ വോട്ട് കിട്ടുകയാണെങ്കിൽ അതിൽ നെറുക്കെടുക്കുന്നയാളെയാണ് അധ്യക്ഷൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുക. പക്ഷേ അവിടെ നടന്നിട്ടുള്ളത് റിട്ടേണിംഗ് ഓഫീസർ നെറുക്കെടുത്ത ആളെ ഒഴിവാക്കിക്കൊണ്ട് BJPയുടെ പ്രതിനിധിയെ വൈസ് പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പാർട്ടിയുടെ പാർലമെന്ററി ലീഡർ അവിടെ വെച്ച് തന്നെ അത് വരണാധികാരിയോട് ഇങ്ങനെ ഒരു സൂചന നൽകിയിരുന്നു. പക്ഷേ അത് അവഗണിക്കുന്ന നിലയിലത്തേക്കാണ് അവിടെ റിട്ടേണിംഗ് ഓഫീസർ പെരുമാറിയിട്ടുള്ളത്. അതുമാത്രമല്ല, UDFന്റെ സംഘടനാ സംവിധാനം, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടുന്ന UDFന്റെ സംവിധാനം 10 ദിവസം പിന്നിട്ടിട്ടും ഈ ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടന്നതിൽ യാതൊരുവിധ പരാതിയും ഉന്നയിച്ചിട്ടില്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറിന് പരാതി നൽകിയിട്ടുണ്ട്. തുടർന്നും ഈ ചട്ടവിരുദ്ധമായി തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനം മരവിപ്പിച്ച് പുതിയ ആളെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പ് കൂടി നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അന്ന് രാവിലെ നടന്ന 27-ാം തീയതി രാവിലെ നടന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അവിടെ ഒരു സുസ്ഥിര ഭരണം നടക്കണമെന്നുള്ള ആഗ്രഹത്താൽ, അതിൻ്റെ ഒരു താല്പര്യത്താൽ അവിടെ UDFന് വോട്ട് നൽകി UDFന്റെ ആളെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ വിജയിച്ച ഉടനെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ പരസ്യമായി പറയുന്ന BJP വിരുദ്ധത പൊള്ളയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ UDFന്റെ ഒരു ബോഡി എടുക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. അതിൻ്റെ കാരണം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ വോട്ടർമാരെ കബളിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ സംവിധാനത്തിലൂടെ വരുന്ന ജനപ്രതിനിധികൾ നൽകുന്ന വോട്ടുകൾ തിരസ്കരിച്ചുകൊണ്ട് BJPയുടെ ആൾക്കാരെ ഈ പറയുന്ന അധ്യക്ഷൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു ഇടപെടലാണ് അവിടെ കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിയത് എന്നുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു സംശയം കൂടി പാർട്ടിക്കുണ്ട്. അതിനുശേഷം അത് ഊട്ടിയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം 10 ദിവസം പിന്നിട്ടിട്ടും അവർക്ക് ഇതുവരെ ഈ ഒരു നടപടിയിൽ, ചട്ടവിരുദ്ധമായിട്ടുള്ള നടപടിയിൽ യാതൊരുവിധ പരാതികൾ ഉന്നയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏതാ പരാതി രേഖാമൂലം കൊടുത്തത് ഇന്നാണ്. അന്ന് തന്നെ റിട്ടേണിംഗ് ഓഫീസറോട് പാർലമെന്ററി പാർട്ടി ലീഡർ ഏതാ തിരിച്ചാണ്. അതെ, അല്ല, അവര് 2 പേരും മത്സരിച്ചല്ലോ. 2 പേരും മത്സരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ 3 ജനപ്രതിനിധികളും നമ്മുടെ ഒരു പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ BJPയെ അധികാര കേന്ദ്രങ്ങളിൽ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. UDF പ്രഖ്യാപിക്കുന്നതും കോൺഗ്രസിന്റെ പാർട്ടി നേതൃത്വങ്ങൾ പറയുന്നതും BJPയുമായിട്ട് യാതൊരുവിധ സഹകരണത്തിന് അവർ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സുസ്ഥിര ഭരണം എന്നുള്ള നിലയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ള ആ വോട്ട് തിരസ്കരിച്ചുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ള ഉപാധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഈ ചട്ടലംഘനം നടന്ന ആ സമയത്ത് തന്നെ നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ഭരണാധികാരിയോട് ഇത് ബോധിപ്പിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് അവഗണിച്ചു. അദ്ദേഹം ഇങ്ങനെയാണ് അത് നടത്തുന്നതെന്നുള്ള ഒരു നിലപാടിലേക്കാണ് വന്നിട്ടുള്ളത്. നറുക്ക് എടുത്തയാള് ശരിക്കും പറഞ്ഞാൽ ചട്ടപ്രകാരം അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക. പക്ഷെ അത് മാറ്റി നിർത്തുമെന്ന് ഭരണാധികാരി നേരത്തെ പറഞ്ഞിരുന്നു, എടുക്കുന്ന ആളെ ഒഴിവാക്കും. അത് അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ 4 ആളുകളൊക്കെ മത്സരിക്കുന്ന ഒരു സ്ഥിതി വരുമ്പോൾ എല്ലാവർക്കും ഈക്വൽ വോട്ട് ആണെങ്കിൽ അതിൽ നിന്നും നിറക്കെടുത്ത് ഒരാളെ മാറ്റും, രണ്ടാമത് വീണ്ടും നിറക്കെടുത്ത് 2 കക്ഷികളെ മാറ്റും, അവസാനം വരുന്ന 2 ആളുകളെ വീണ്ടും വോട്ടെടുപ്പിലൂടെ ഇലക്ഷൻ നടത്തും. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മീഡിയ ഹാൻഡ് ബുക്ക് 2025 ഇറങ്ങിയ ഹാൻഡ് ബുക്കാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ തന്നെയാണ്. ആ പേജ് ആവശ്യമുള്ളവർക്ക് തരാം, നിങ്ങൾക്ക് സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടു പേർക്കാണ് തുല്യ വോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ആളെ ഒഴിവാക്കണം. ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും വോട്ടെടുപ്പ് നടത്തണം. അതാണ് ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന പ്രക്രിയ. പക്ഷെ രണ്ടാമത് വോട്ടെടുപ്പ് നടത്തിയിട്ടില്ല. ഈ 3 ആളുകളിൽ നിന്ന് ഈ ഈക്വൽ വന്നിട്ടുള്ള 2 ആളുകളെ അവിടെ വെച്ച് തന്നെ നിറക്കെടുക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് തിരുത്താൻ വേണ്ടി വരണാധികാരി തയ്യാറായിട്ടില്ല എന്നുള്ളത് വരണാധികാരിക്കും BJP ഒരു ബാന്ധവമുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി പാർട്ടി മുന്നോട്ട് വെക്കുകയാണ്. അല്ല, അത് തന്നെ ചട്ടവിരുദ്ധമാണ്. അങ്ങനെ പാടില്ല. അത് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ടും ആ നിറക്കെടുത്തയാളാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക. പക്ഷെ നിറക്കെടുത്ത UDF ക്യാൻഡിഡേറ്റ് വരികയും ഉടനെ തന്നെ അദ്ദേഹത്തിന് ഈ ആളെ ഒഴിവാക്കിയതിന് ശേഷം നിറക്കെടുത്ത ആളെ ഒഴിവാക്കിയതായിട്ട് പ്രഖ്യാപിച്ച് നിറക്ക് വീഴാത്ത BJPയുടെ സ്ഥാനാർത്ഥിയെ വൈസ് പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് തികച്ചും ചട്ടവിരുദ്ധമാണ്. കേട്ടിട്ട് ഒരു കുറി എടുക്കുകയാണ്. ഈ 19-ാം തീയതി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് മനസ്സിലാകുന്നത്. എന്താണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും? അതോ വിട്ടു നിൽക്കുമോ? അതോ മുൻപത്തെ പോലെ UDF കൊടുക്കുമോ? എന്തായാലും പാർട്ടി ഒരു ഭരണസ്തംഭനം നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് UDF രാജിവെക്കും. വീണ്ടും ഒരു ഭരണസ്തംഭനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതിന് വഴിയൊരുക്കാതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ അവരോട് കൂറ് തെളിയിക്കുന്നതിന്റെ ഭാഗമായി തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി മത്സരിക്കും. കഴിഞ്ഞ 5 വർഷം തന്നെയാണ് കഴിഞ്ഞ തവണ LDFന് 5ഉം BJPക്ക് 5ഉമായിരുന്നു. അപ്പൊ അതില് നമ്മുടെ രാഷ്ട്രീയപരമായ ഒരു സീറ്റായിരുന്നു. ഇത്തവണ 3 സീറ്റുണ്ട്. കഴിഞ്ഞ തവണ നമ്മുടെ BJPയെ നമ്മുടെ രാഷ്ട്രീയ നിലപാടാണ് BJP അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ LDFന് പിന്തുണ കൊടുത്തു. 3 തവണയും LDFന് തന്നെയാണ് നമ്മൾ വോട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ നിയമ നടപടിയിലേക്ക് പോകും. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. പത്തനംതിട്ട നഗരസഭയിൽ വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട്. കാര്യമായ രീതിയിലുള്ള ക്രോസ് വോട്ടിംഗ് നമ്മൾ പരാജയപ്പെടുത്താൻ നടന്നിരുന്നു. UDFന്റെ ഒരു തരംഗം, ഒരു LDF വിരുദ്ധ വികാരം UDFന് അനുകൂലമായിട്ട് വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പൊളിറ്റിക്കൽ പാർട്ടി കഴിഞ്ഞ തവണ LDFന് വിട്ടുനിൽക്കുകയാണ് SDP ചെയ്തത്. അത് LDFന് അനുകൂലമായിട്ടാണ് നമ്മൾ നിന്നത് എന്നുള്ള ഒരു പൊതുബോധമുണ്ടായിട്ടുണ്ട്. LDFന്റെ ഭാഗമായി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ SDP പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു UDFന്റെ തരംഗം കൂടി വന്നപ്പോൾ അത് പാർട്ടിയെ ബാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.
അപ്പം ട്രെൻഡ് എന്ന് പറയുന്നത് ഈ 19 നഗരസഭയിലൊക്കെ ട്രെൻഡ് പഠിച്ചിട്ടുണ്ടോ ഈ കോൺഗ്രസ് 13 സീറ്റ് തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. ഓക്കെ അത് 13 സീറ്റ് തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും വലിയ ഭൂരിപക്ഷം കിട്ടിയ LDFന്റെ നേതാക്കൾക്ക് വരെ വോട്ടുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2020 നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിലും ഏകദേശം UDFന് തത്വത്തിൽ 16 സീറ്റ് തന്നെയായിരുന്നു. UDFനും പ്രത്യേകിച്ച് ഒരു തരംഗം എന്നുള്ള നിലയിൽ ഇവിടെ സീറ്റ് വർദ്ധിച്ചിട്ടില്ല. 3 പേര് കോൺഗ്രസിന്റെ തന്നെ വിമതരാണ് വിജയിച്ചിട്ടുള്ളത്. തത്വത്തിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നഗരസഭയിൽ പുതുതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ മത്സരിച്ച പല വാർഡുകളും LDFന്റെ വോട്ടാണ് പോകുന്നത്. എങ്ങനെ LDFനാണല്ലോ അവിടെ വോട്ട് കുറവുണ്ട്. അതാണ് പറയുന്നത്, ഇത്തവണ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പല മുന്നണികളും ഒരുമിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇന്ന് നമ്മുടെ ഈ 15-ാം വാർഡ് ടൗൺ സ്ക്വയർ, നമ്മുടെ പ്രസ് ക്ലബിൻ്റെ തൊട്ട് അടുത്ത റോഡ്, അവിടെ തന്നെ LDFന് കാലാകാലങ്ങളായി 200-ലധികം വോട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 120 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അവരുടെ ബേസ് വോട്ടാണ്. പക്ഷേ ഇത്തവണ 28 വോട്ട് മാത്രമാണ് LDFന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വഴിവിട്ട സഹായം, ഒരു കൈകോർക്കൽ UDF LDFും തമ്മിൽ നടന്നു SDP പരാജയപ്പെടുത്താൻ എന്നാണ് മനസ്സിലാവുന്നത്. വിവിധ പ്രദേശങ്ങൾ അത്തരത്തിലുള്ള SDP സിറ്റിംഗ് വാർഡുകളിൽ അത്തരത്തിലുള്ള ഒരു അലയൻസുകൾ മറ്റു പാർട്ടിക്കാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പല തെളിവുകളുമുണ്ട്. UDF ആണ് ജയിച്ചതല്ലേ SDP സീറ്റ്? UDF ആണ് ജയിച്ചത്. കഴിഞ്ഞ തവണ നിങ്ങൾ കൊടുത്ത പരോക്ഷമായ പിന്തുണ ക്ഷീണം ചെയ്തു പാർട്ടി. അങ്ങനെ പിന്തുണ അല്ലല്ലോ, പിന്തുണ കൊടുത്തിട്ടില്ലല്ലോ, നമ്മൾ വിട്ടു നിൽക്കുകയാണ്. അതാണ് ഒരു ഭരണസ്തംഭനം ഉണ്ടാകരുത് എന്നുള്ള നിലയിൽ 2015 ഭരണസമിതി നമുക്കറിയാം. ഒരു സുസ്ഥിര ഭരണം കാഴ്ചവെക്കാൻ അന്ന് UDFന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം നിരവധി ചെയർപേഴ്സണുകൾ മാറി മാറി വന്നു. ഏകദേശം 5 വർഷത്തിനുള്ളിൽ 3 ചെയർപേഴ്സണുകളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ആർക്കും വോട്ട് ചെയ്യാതെ തന്നെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി 2020. അത് തത്വത്തിൽ UDF കോൺഗ്രസ്സുകാർ LDFനൊപ്പമാണ് SDP എന്ന് വരുത്തി തീർത്തു. അത് കൂടുതലായിട്ട് വരുത്തി തീർത്തത് സംസ്ഥാനമൊട്ടാകെ ഒരു UDF തരംഗം ഈ 2025 ഒരു സമയത്ത് ഫലപ്രദമായ രീതിയിൽ നമ്മുടെ വാർഡുകളിൽ അത് UDFകാർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒന്നും ധാരണയായിട്ടില്ലെന്ന് അറിയാം. എന്നാലും 5 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഇടത്ത് പാർട്ടി നേതൃത്വം മത്സരിക്കുമോ? അതിൻ്റെ പഠനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഏകദേശം ഈ ജനുവരി അവസാനം ഫെബ്രുവരി ആദ്യത്തോടുകൂടി തീരുമാനമെല്ലാം ഉണ്ടാവും. റാന്നി മണ്ഡലത്തിൽ മത്സരിച്ചു.